നമ്മുടെ ലാലേട്ടനും ശ്രീനിവാസനും കൂടെ ഭയങ്കര ഫേമസ് ആക്കിയ ഒരു ബീച്ച് ഉണ്ട് ചെന്നൈയിൽ. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. നമ്മളിപ്പോൾ ചെന്നൈയിൽ വന്നിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാലമായിട്ട് പോകണം എന്ന് വിചാരിച്ചൊരു ബീച്ചായിരുന്നു ഇത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ നാടോടിക്കാറ്റ് സിനിമയിൽ ദാസനും വിജയനും വന്നിറങ്ങുന്ന ബീച്ചാണ്. അപ്പോൾ അത് ഭയങ്കര ഫേമസ് ആണ്. നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതാ എൻ്റെ നേരെ കാണുന്നതാണ് ഈ ഒരു ബീച്ച്. ബസന്ത് നഗർ ബീച്ചാണിത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. എന്നാലും ഒരുപാട് കാലം ആഗ്രഹിച്ചായിരുന്നു ഇവിടേക്ക് വരണമെന്ന്. പണ്ടൊക്കെ കണ്ടതും അല്ലാണ്ട് ഫോട്ടോസിലൊക്കെ ഉള്ളതിലും ഇങ്ങനെ ഒരു അതിന് ചുറ്റും ഇങ്ങനെ വേലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടി സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബീച്ചിൽ നമ്മൾ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ പോയി വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ സമയം അവിടെ നിന്നു. പക്ഷെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഭയങ്കര നീറ്റായിട്ടുള്ള ഒരു ബീച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കും. മറീന ബീച്ചൊക്കെ ആണെങ്കിൽ നല്ല റഷും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ അത്ര നീറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് അടിപൊളിയാണ്. ഒരുപാട് സ്പേസ് ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് അടിപൊളിയായി ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇത്. പിന്നെ അവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അധികം ഫോട്ടോസൊന്നും എടുക്കാനും പറ്റില്ല. പിന്നെ ആദൂസിന് വേണ്ടിയിട്ട് നമ്മളൊരു ബബിൾസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഊതേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് കാറ്റുള്ളതുകൊണ്ട് പറന്ന് പോകുന്നുണ്ടായിരുന്നു. ആദുവിൻ്റെ പുറത്തെത്തി കഴിഞ്ഞ് ഇങ്ങനെയാണ് ഭയങ്കര സൈലൻ്റാണ്. പിന്നെ അവന് ബബിൾസൊക്കെ കിട്ടിയപ്പോൾ അവൻ കുറേ ഓക്കെ ആയിട്ടുണ്ട്. മുടിയൊക്കെ കെട്ടി വന്നെയായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. പക്ഷേ ഒരു വൈബ് കിട്ടുന്നില്ല ഫോട്ടോ എടുക്കണം. അത് മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒന്ന് കുറച്ച് ഇരുടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെല്ലെ നടക്കാൻ തുടങ്ങി. അതിനടുത്തൊരു ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തേക്ക് കയറാമെന്ന് വെച്ചിട്ട് ഫെസ്റ്റിലേക്കുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിരുന്നു. പക്ഷെ നമ്മൾ ഫെസ്റ്റിനുള്ളിലേക്ക് കയറിയില്ല. പുറത്തുനിന്നൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരുവാണ് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പിൽ സ്കേറ്റിങ്ങിന് പിള്ളേർ ട്രെയിനിങ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.